ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ആ താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം പെട്ടെന്ന് ആയിക്കോളും. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഓക്കെ, ഞാൻ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 2-2.5 കിലോളം വരും കേട്ടോ ചിക്കനിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്, മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാല, ഉപ്പ്, അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതാ കണ്ടോ, നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. അതിലോട്ട് ഇതാ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിനുശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് പീസസ് ആയിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ. 2 സൈഡും ഒന്ന് മൂത്ത് വരുമ്പോൾ നന്നായി വേവണം കേട്ടോ ചിക്കൻ. കാരണം നമ്മൾ പിന്നെ വേവിക്കുന്നില്ല, അപ്പം നന്നായിട്ട് വെന്ത് വരണം, ഒന്ന് കളറും മാറി വരണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടിട്ട് എല്ലാ ചിക്കനും ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വറ്റൽ മുളക്, പിന്നെ സ്റ്റാർ അനൈസ്, ബേ ലീവ്സ്, കുരുമുളക്, മുഴുവനോടെയുള്ള കുരുമുളകാണ്. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവേ. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കൊരു സവാള സ്ലൈസ് ചെയ്തത്, അതായത് ഞാനൊരു 5-6 സവാളയോളം എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. ഞാൻ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. സവാള നന്നായിട്ട് കനം കുറച്ചാണ് കട്ട് ചെയ്തേക്കുന്നത്. അതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കാവേ. ഇപ്പം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൊമാറ്റോയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഗ്രീൻ ചില്ലിയും, അതായത് പച്ചമുളകും ഞാൻ നന്നായിട്ട് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്ത് ഒന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വരട്ടി എടുക്കണം കേട്ടോ നന്നായിട്ട്. ടൊമാറ്റോ കണ്ടോ നന്നായിട്ട് അതിൽ, അതായത് നല്ല മിക്സായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇപ്പോൾ ചേർക്കാം, പിന്നെ നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതൊന്ന് കുറച്ചധികം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ അതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സവാള മിക്സിലാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം. ചിക്കൻ ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ചായിട്ട് അതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവേ. ചൂടാക്കിയ വെള്ളം തന്നെ ചേർക്കണം. കാരണം ചിക്കൻ ഓൾറെഡി വെന്തതാണ്, സവോള എല്ലാം വെന്തതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ചിക്കനാണേ. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം കുറച്ചുകൂടി കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഓണിയനും, അതായത് സവോളയും കൂടി ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് അതും കൂടി ചേർത്ത്, സവോള വറുത്ത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെക്കണേ. കണ്ടോ, നമ്മൾ ഫ്ലെയിം ഇപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ചൂടുവെള്ളം ചേർത്തുകൊണ്ട് അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ അടച്ച് ഒരു 10 മിനിറ്റ് വയ്ക്കുക. അതിൻ്റെ മണമൊക്കെ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവേ. ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് കണ്ടോ. നല്ല കളറുള്ള നല്ല ഫ്രൈഡ് ചിക്കൻ കറിയാണ്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റും. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you.